24 ബ്രേക്കിംഗ് യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനെതിരായ പരാതികൾ എറണാകുളം സൈബർ പോലീസ് കളമശ്ശേരി പോലീസിന് കൈമാറി. DCPയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആണ് നടപടി. അശ്ലീല പ്രദർശനം, ലഹരി ഉപയോഗം, സ്ത്രീവിരുദ്ധത തുടങ്ങിയ ചൂണ്ടിക്കാട്ടിയാണ് തൊപ്പിക്കെതിരായ പരാതികൾ. വിപിൻ സിയുജൻ വിവരങ്ങൾ ചെയ്യുന്നു. വിപിൻ, പാരൽ വേൾഡ് നിന്ന് കത്തുന്നുണ്ട്, എന്തൊക്കെയോ തൊപ്പിയുടെ കൂടെയുള്ള ഗ്യാങ് പുറത്തു വരുന്നു, പുറത്തു വന്നവർ ഇവരെതിരെ എന്തോ പറയുന്നു, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ദൃശ്യങ്ങളടക്കം പുറത്തു വിടുന്നു, എന്തൊക്കെയോ വെളിപ്പെടുത്തൽ, അങ്ങനെ ഒരു പാരൽ വേൾഡ് നമുക്കൊന്നും അങ്ങനെ കാര്യമായി അറിയില്ലെങ്കിലും പാരൽ വേൾഡ് എന്തോ കത്തുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, അവരുടെ ലോകം. പക്ഷെ ഒരു കാര്യം, അതിനകത്ത് ലഹരിയുണ്ട്. ലഹരി എന്ന് പറഞ്ഞാൽ മാരകമായ രാസലഹരികളുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈംഗിക ചൂഷണങ്ങളുണ്ട്. അത് പോലീസ് അന്വേഷിക്കണം. വിപിൻ. അതെ ആഷ്മി, ആ പുറത്തു വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർ പുറത്തു പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്ത്രീവിരുദ്ധം അല്ലെങ്കിൽ അശ്ലീല പ്രദർശനം, ലഹരി ഉപയോഗം, ഇതൊക്കെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർന്നു വന്ന ഒരു സാഹചര്യത്തിലാണ് പരാതി പോലീസിലേക്ക് എത്തിയത്. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന അടക്കമുള്ളവരാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ഈ പരാതിയിൽ ആഭ്യന്തരമന്ത്രി കൃത്യമായി ഇടപെടുകയും അത് DGPക്ക് കൈമാറുകയുമായിരുന്നു. ഇപ്പോൾ 3 പരാതികളാണ് ലഭിച്ചിരിക്കുന്നത്. DGPയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇത് അന്വേഷിച്ച് ഒരു പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് എറണാകുളം സൈബർ പോലീസിന് വരുന്നു. സൈബർ പോലീസിൽ കൂടുതൽ കേസുകളുടെ ഒരു ആധിക്യം ഉള്ളതുകൊണ്ട് തന്നെ അത് കളമശ്ശേരി പോലീസിന് ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ്. DCPയുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് ഉടൻ റിപ്പോർട്ട് തയ്യാറാക്കണം എന്നുള്ളതുകൊണ്ട് അത് കളമശ്ശേരി പോലീസിന് കൈമാറിയിരിക്കുന്നു. ഉടൻ തന്നെ ഇപ്പോൾ പ്രാഥമിക അന്വേഷണം ഇതിനോടകം തന്നെ കളമശ്ശേരി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടീമായിരുന്നു, ഇവരെല്ലാം തന്നെ ഒരു ടീമായിരുന്നു. ആ ടീം തെറ്റിപ്പിരിഞ്ഞതോടുകൂടി പരസ്പരം ചെളിവാരി എറിയുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ലൈവ് സ്ട്രീമിങ്ങിലൂടെ തന്നെ പുറത്തു വന്നത്. നമുക്കറിയാം, ഈ തൊപ്പി എന്ന് പറയുമ്പോൾ ലൈവ് സ്ട്രീമിങ്ങിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആളാണ്. അത് ഒരു ഗ്യാങ് ആയിരുന്നു. ആ ഗ്യാങ് തെറ്റിപ്പിരിഞ്ഞോടുകൂടി വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ലഹരി എടുക്കുന്നു, ഈ ലഹരി ഒരാൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ അത് പോക്സോ കേസിലേക്കൊക്കെ വരാവുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുന്നു. നമുക്ക് പൊതുമധ്യത്തിൽ പറയാൻ കഴിയാത്ത രീതിയിലുള്ള അശ്ലീല പ്രദർശനങ്ങളെ സംബന്ധിച്ച് ഇവർ പറയുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു വസ്തുത, എന്തൊക്കെയാണ് ഇവർ താമസിക്കുന്ന സ്ഥലത്തൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ തന്നെ താമസിക്കുന്ന ഫ്ളാറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒരു പരിശോധനയ്ക്കുള്ള സാധ്യത കൂടിയാണ് നിലനിൽക്കുന്നത്. കോഴിക്കോട് സ്വദേശിയാണ് തുപ്പി എന്ന നിഹാദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.